Krishna Leela, Krishna's eternal legacy, created in gold. Joy Alucas, world's favorite jeweler. ഒരു അപ്പൂപ്പനായതിനു ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റം എന്താ? മരിച്ചുപോയ മോൻ, അവൻ 37ാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത്. അവൻ സ്പെഷ്യൽ കിഡായിരുന്നു, ഓട്ടിസ്റ്റിക് ആയിരുന്നു. ഒരു നോർമൽ കുട്ടിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ എത്രയോ വർഷം മുമ്പേ എനിക്ക് ഒരു പേരക്കുട്ടിയെ കാണാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ മോൻ്റെ മരണത്തിൻ്റെ ദുഃഖം ഞാൻ കുറേയൊക്കെ മറക്കുന്നത് ഈ മോളെ കാണുമ്പോഴാണ്. സിദ്ദിഖ് ഫീൽഡ് ഔട്ട് ആകാൻ തുടങ്ങിയെന്നുള്ള വരെയുള്ള ഡയലോഗുകളൊക്കെ അവിടെ അടിച്ചല്ലോ. ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഡയലോഗുകൾ സിദ്ദിഖിനെ വേദനിപ്പിക്കാറുണ്ടോ? എൻ്റെ കാലം കഴിഞ്ഞു കാണുമോ? സിദ്ദിഖ് അതൊന്ന് മറന്നു കളയോ? അത് മറക്കണ്ട. എന്നെ എല്ലാരും കൂടെ എടുത്ത് മറ്റേ എയറിലാക്ക് സിദ്ദിഖ്. ശരിക്ക് സിദ്ദിഖ് എപ്പോഴെങ്കിലും ഈ ഓൺലൈൻ ചാനലുകാരോടൊരു വിദ്വേഷം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ വീണയുടെ മുമ്പിൽ വന്നിരിക്കില്ലല്ലോ. അയ്യോ, അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പൃഥ്വിരാജിനെ കാണുന്നത് നന്ദനത്തിൽ അഭിനയിക്കാൻ വരുമ്പോൾ മാത്രമാണ്. തിരുവനന്തപുരത്ത് പൃഥ്വിരാജിന്റെ ഡബ്ബിങ് അറ്റൻഡ് ചെയ്തത് ഞാൻ. രഞ്ജിത്ത് വിളിച്ച് ചോദിച്ചു, എങ്ങനെയുണ്ടോ ഡബ്ബിങ്? ഞാൻ പറഞ്ഞു, ഒന്നും പറയേണ്ടി വരണില്ല, എല്ലാം അവൻ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഒരേ ഒരു സിനിമയെ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ, ബഡാ ദോസ്ത്. അതിനുശേഷം എന്താ സിദ്ദിഖ് ആ മേഖലയിൽ നിന്ന് മാറിയത്? അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ നേരമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു സിദ്ദിഖയോട്. ഇപ്പോഴും കിട്ടിയ ഒരു അടി കൊടുത്തിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? റോജ കാണാൻ വേണ്ടിയിട്ട് സരിത സവിത സംഗീതം ഞങ്ങൾ. അപ്പോൾ റോജ റിലീസാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട്, കണ്ടാ റോജ കണ്ടാ? ഞാൻ കണ്ടു. ഇഷ്ടമായോ? ആ, കണ്ടു പഠിക്കും. ഇവിടെ വന്ന് നിങ്ങളുടെ ഈ തട്ടിക്കൂട്ടി സിനിമകളൊക്കെ നിർത്തിയിട്ടേ ഇതുപോലത്തെ നല്ല സിനിമയൊക്കെ ചെയ്യാൻ നോക്ക് കേട്ടോ. തഗ് മൂവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സിദ്ദിഖിക്ക് ഈ സിനിമയിലേക്ക് പ്രേരിപ്പിച്ചത്? അത്ര വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമാകണമെന്നില്ല. കേന്ദ്ര കഥാപാത്രമാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. സിദ്ദിഖ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ മീഡിയയിൽ വളരെ സജീവമായ താരങ്ങളിൽ ഒരാളാണ് സിദ്ദിഖ. ഞാനിപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നറിയോ? സിദ്ദിഖ, ജഗദീഷ് ഏട്ടൻ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കെല്ലാം പറയാനുള്ള ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വളരെ ക്ലാരിറ്റി ഉള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ കഥകൾ പറയുന്നത്. നമ്മളിപ്പോൾ പൊതുവേ ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരും എന്തെങ്കിലും ചളി അടിക്കുക, എന്തെങ്കിലും തമാശ പറയുക, ഇങ്ങനെ ഇൻ്റർവ്യൂ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പഷ്ടവും കൃത്യവുമായ ഉത്തരങ്ങൾ, കീറിമറിച്ച ഉത്തരങ്ങൾ. ഇത് നിങ്ങളുടെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത് നമ്മുടെ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ആണ് ഇതിൻ്റെ പ്രധാനം. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, അതിപ്പോൾ ഞാൻ മാത്രമല്ല, വീണയൊക്കെ അങ്ങനെയാണ്. നമ്മൾ സംസാരിക്കുന്നത്, നമ്മളൊരു കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയുന്നതൊക്കെ നമ്മളല്ലാത്ത സമയത്ത് നമ്മൾ ആലോചിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പം അതിനകത്ത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അല്ല, ഈ ഇടയ്ക്ക് ഇങ്ങനെ ഓൺലൈൻ മീഡിയകളിലൊക്കെ നടക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ സിദ്ദിഖ കാണാറുണ്ടോ? എല്ലാം കാണാറുണ്ട്. ആണ്. ഇവന്മാരൊക്കെ എന്താടാ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ തള്ളി മറിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാറുണ്ടോ? അങ്ങനെയല്ല ചിന്തിക്കുക. ഇപ്പോൾ കുട്ടികൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ആ ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകൾ സംസാരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരും അങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നാറുള്ളൂ. ഒരിക്കലും ഇനി ഞാനും അതുപോലെ ആവണം എന്ന് വിചാരിക്കാറില്ല. ഞാൻ എൻ്റെ വേറൊരു രീതിയാണ്, അവരുടെ വേറൊരു രീതിയാണ്. ആണ്. ഓരോ സിനിമകൾക്കും എന്തെങ്കിലും ഒരു USP കൊടുത്തിട്ടുണ്ടാവുമല്ലോ സിദ്ദിഖ. അങ്ങനെ ഈ തഗ് മൂവിക്ക് വേണ്ടി മാത്രമായി കൊടുത്തിട്ടുള്ള ഒരു സാധനം എന്തായിരിക്കും? തഗ് സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസമാണ് അഭിനയിച്ചത്. അതെ, 4 സീനാണ് അഭിനയിച്ചത്. ഈ 4 സീനും വളരെ ക്രൂഷ്യലായിട്ടുള്ള സീനാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ സീനിൽ ഞാൻ അഭിനയിക്കുമ്പോൾ തന്നെ ഈ സിനിമയുടെ ഒരു കഥാഗതിയുടെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കഥാപാത്രം ഈ സിനിമയിലേക്ക് വന്ന് കയറി ഇതിൻ്റെ ഡെവലപ്മെൻറ്റിനൊന്നും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ആ കഥാപാത്രം നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഈ കഥാപാത്രത്തെ പറ്റി ഞാൻ ഒന്നും അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു ക്രൂഷ്യൽ ക്യാരക്ടറാണ് അത്. അതിൽ ബിന്ദു പണിക്കർ ചേച്ചിയുണ്ട്, സായികുമാർ ചേട്ടനുണ്ട്. ഇവരിൽ ആരുടെയെങ്കിലും കൂടെ സിദ്ദിഖയ്ക്ക് കോമ്പിനേഷൻ? എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒരു ദിവസമാണ്. സായികുമാർ ഒരു ദിവസമാണ് അഭിനയിച്ചത്, ബിന്ദു ഒരു ദിവസമാണ് അഭിനയിച്ചത്, ധ്യാൻ ഒരു ദിവസമാണ് അഭിനയിച്ചത്. അങ്ങനെ ഇതിനകത്ത് പലരും എല്ലാവരും ഒരേ ദിവസമാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. മൊത്തം എത്ര ദിവസം ഉണ്ടായിരുന്നു ഈ സിനിമയുടെ ഷൂട്ട്? 14 15 ദിവസമേ ഉള്ളൂ. 15 ദിവസം കൊണ്ട് നമുക്ക് ശരിക്കും ഒരു സിനിമ എടുക്കാൻ പറ്റുമോ? അതല്ലേ അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ടത്. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ സിനിമ തീർത്തു. 150 ദിവസം കൊണ്ട് ഒരു സിനിമ എടുക്കാം. അതൊരു വലിയ മിടുക്കല്ല. അങ്ങനെ പണം സ്പെൻഡ് ചെയ്ത് 15 ദിവസം കൊണ്ടും ഒരു സിനിമ എടുക്കാം. അപ്പം അതിനല്ലേ നമ്മൾ അഭിനന്ദിക്കേണ്ടത്. ഞാൻ ഒരു ദിവസം അര സീൻ അഭിനയിക്കുന്ന ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ എടുക്കാം, ബാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ സീൻ പകുതിയാക്കി പോയിട്ട് പിറ്റേ ദിവസം വന്ന് ഒക്കെ എടുത്തിട്ടുണ്ട്.
അതല്ല, ഒരു ദിവസം പോയി ഞാൻ 4 സീൻ അഭിനയിച്ചു എന്ന് പറയുന്നതാണ് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്മൾ ഇങ്ങനെ എല്ലാ സെലിബ്രിറ്റികളെയും എന്നിട്ടിപ്പോൾ നേരത്തെ ചോദിച്ചിട്ടുള്ള കാര്യം, എല്ലാ സെലിബ്രിറ്റികളെയും കാണുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് ലക്ഷറി കാറാണോ ഉള്ളത് അതിൽ വന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു സെലിബ്രിറ്റി വരുന്നുണ്ട്, ഒരു കറുത്ത അംബാസിഡർ ആണെങ്കിൽ അത് സിദ്ദിഖയാണ് എന്ന് ഉറപ്പുവരുത്താം. ആ ആ അംബാസിഡറിൽ നിന്ന് ഒരു മാറ്റം എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഏത് കാലത്തും അതിൽ തന്നെ പോകാൻ സാധിക്കണമെന്നേ വിചാരിച്ചിട്ടുള്ളത്. മാറ്റാൻ ഒരിക്കലും തോന്നിയിട്ടില്ല. ആണ്. അതെന്തായിരിക്കും ഈ അംബാസിഡറിനോട്, അതും ആ കറുത്ത അംബാസിഡറിനോട് ഇത്രമാത്രം സ്നേഹം? ചെറുപ്പത്തിൽ ആദ്യം കണ്ട കാറൊക്കെ അംബാസിഡറാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കറുത്ത അംബാസിഡറാണ് ഒരു കാറെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ. അപ്പോൾ അന്നേ ഒരു മോഹമുണ്ട് ഈ കാറിനോട് ഇങ്ങനെ. അപ്പോൾ ഒരു കാറൊക്കെ ഉണ്ടാവുള്ളൂ അന്ന്, ആ ഒരു നാട്ടിൽ ഒരു കാറൊക്കെ ഉണ്ടാവുള്ളൂ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ. അതായത് 60കളിലൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു കാറ് വരുമ്പോൾ നമ്മൾ ആ കാറിൽ ചെന്ന് തൊട്ടാൽ അതിൻ്റെ ഡ്രൈവർ വഴക്ക് പറയും. അപ്പോൾ ആ കാറ് കയറാനൊന്നും ഒരിക്കലും പറ്റില്ല. നമ്മളൊന്ന് തൊട്ടാൽ പോലും നമുക്ക് തൊടാൻ പോലും പറ്റാത്തൊരു കാര്യമായിട്ടാണ് അന്ന് കാറിനെയൊക്കെ നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ വീട്ടിലെ മക്കളൊക്കെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ ഉപ്പ നമുക്കിതൊന്ന് മാറ്റാം, നമുക്ക് വേറെ കാറിലേക്ക് മാറാം, ഇപ്പം മറ്റു കാറുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്ക് എങ്കിലല്ലേ മനസ്സിലാവുള്ളൂ എന്നെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ കാര്യമില്ല എന്ന് അവർക്കറിയാം. അവർ കയറില്ല അതിനകത്ത്. അതെ. ഇപ്പം ഞാൻ എൻ്റെ മോള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ അവളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കളമശ്ശേരി രാജഗിരി കോളേജിൽ കൊണ്ടുപോയി വിടും. അപ്പോൾ അവളിങ്ങനെ നാണിച്ചിരിക്കും. അവൾ പറയും, കണ്ട എല്ലാവരും നോക്കുന്നു. പക്ഷേ ഞാൻ ഇവളെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഇവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ കാറിന് മുമ്പിൽ തടഞ്ഞെടുത്തിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ വന്ന് നമ്മുടെ കാറിന് മുമ്പിൽ നിന്നും എൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോകും. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് എവിടെ നിന്ന് വാങ്ങി എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പന് കാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ ഭയങ്കര കൗതുകത്തോടെ നോക്കും. പക്ഷെ മോൾക്ക് ചമ്മലാണ്. എൻ്റെ ഭാര്യ കയറിയിട്ടേ ഇല്ല ഇതിനകത്ത്. എൻ്റെ കാറിൽ കയറിയിട്ടേ ഇല്ല, കയറിയില്ല. അത് ശരി. പക്ഷെ ആ തുടരും സിനിമയിൽ കാണിച്ചൊക്കെ സത്യമാണല്ലേ, ആ കറുത്ത അംബാസിഡറിൽ ബാക്കിയുള്ളവർ വളരെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയും വീട്ടുകാർ പിന്നെ തൊഴുത് മാറി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ തന്നെയാണോ സത്യത്തിൽ അവിടെ? അതിപ്പോ പുറത്ത് ആളുകൾക്ക് നമ്മളോടുള്ളൊരു ഇഷ്ടവും ആരാധനയോ ബഹുമാനവും സ്നേഹവും ഒന്നും നമ്മുടെ വീട്ടിലാർക്കും നമ്മളോടില്ല. അത് കറക്റ്റാണ്. അവർക്ക് നമ്മളെ ഒരു വിലയില്ല വീട്ടിൽ. ഒരു അപ്പൂപ്പനായതിനു ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റം എന്താ? ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. ഈ അപ്പൂപ്പൻ എൻ്റെ ആ റോള് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് ദാസേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മക്കളുണ്ടാകുമ്പോൾ ഒരു പക്ഷെ നമ്മൾ അത്രയും സന്തോഷിക്കില്ല. കാരണം നമ്മളൊരു സ്ട്രഗ്ലിംഗ് പീരീഡിലാണ് നമുക്ക് ഈ മക്കളുണ്ടാകുന്നത്. നമ്മളുടെ ഒരു ചെറുപ്പത്തിലാണ് കല്യാണം കഴിച്ചു, കുട്ടികളുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ ജോലിയിലൊക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമാണ്. ഇനിയിപ്പോൾ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കും. നമ്മളൊരു അപ്പൂപ്പനാകുമ്പോഴേക്കും നമ്മൾ ഏതാണ്ട് ഒരു ആ സ്ട്രഗിളിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ആ സമയത്താണ് നമുക്ക് ഈ പേരക്കുട്ടികളുണ്ടാകുന്നത്. അപ്പോൾ അവരെ നമ്മൾ ഓമനിക്കാനും അവരുമായിട്ട് കൂടുതൽ സമയം പങ്കിടാനും ഒക്കെ നമുക്ക് ഒരുപാട് സമയം കണ്ടെത്താൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ പേരക്കുട്ടിയെ കാണാത്ത ദിവസങ്ങൾ ഒരിക്കലും ഉണ്ടാവാതെ നോക്കും. ഞാൻ ഇപ്പോൾ വീഡിയോ കോളിനൊക്കെ നമുക്ക് സൗകര്യമുള്ളതുകൊണ്ട് ഇവിടെ ഒന്ന് കൊച്ചിനൊന്ന് കാണിച്ചു തന്നേന്ന് പറഞ്ഞിട്ട് അവൾ കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അതിലെനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ മരിച്ചുപോയ മോൻ, അവൻ 37ാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത്. അവൻ സ്പെഷ്യൽ കിഡായിരുന്നു, ഓട്ടിസ്റ്റിക് ആയിരുന്നു. അവനൊരു നോർമൽ കിഡായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കുറേയും കൂടെ നേരത്തെ ഒരു അപ്പൂപ്പനാവുമായിരുന്നു. ഇപ്പം എനിക്ക് 65 വയസ്സായി. 65 വയസ്സായപ്പോഴാണ് എനിക്ക് അപ്പൂപ്പനാവാനുള്ള യോഗം ഉണ്ടായുള്ളൂ. അതേസമയത്ത് ആ മരിച്ചുപോയ മോൻ അവൻ ഒരു നോർമൽ കുട്ടിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ എത്രയോ വർഷം മുമ്പേ എനിക്ക് ഒരു പേരക്കുട്ടിയെ കാണാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ എൻ്റെ മോൻ മരിച്ച വിഷമങ്ങളിൽ ആ വിഷമിക്കുന്ന സന്ദർഭങ്ങൾ പോലും, മോൻ മരിച്ച് ജൂൺ 27-ാം തീയതി മോൻ മരിക്കുന്നു, ജൂലൈ 10-ാം തീയതി മോള് ജനിക്കുന്നു. അപ്പോൾ അത്രേ ദിവസമേ ഉള്ളൂ. ഒരുപക്ഷെ എൻ്റെ മോൻ്റെ മരണത്തിൻ്റെ ദുഃഖം ഞാൻ കുറേയൊക്കെ മറക്കുന്നത് ഈ മോളെ കാണുമ്പോഴാണ്. ഒരു സംശയം കൂടി ചോദിക്കട്ടെ, ഈ തഗ് എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്കിടയിൽ വളരെ ഫെമിലിയർ ആയിരിക്കും. പക്ഷെ ഒരു 40 കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു 50 കഴിഞ്ഞ ഒരാളോട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അത് കാണണോ എന്നൊരു ചിന്ത മനസ്സിൽ വരാൻ സാധ്യതയുണ്ടോ? വരാതിരിക്കട്ടെ. എന്താണ് ഈ തഗ്ഗെന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും ഈ 40-കാരും 50-കാരും ഒക്കെ കാണാൻ ശ്രമിക്കട്ടെ. അത് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ആ ഒരു പേര് വന്നതുകൊണ്ട് ആ പേര് അന്വർത്ഥമാക്കുന്നൊരു സിനിമയാണെങ്കിൽ ഇപ്പോൾ കൊള്ളാം കേട്ടോ. ഒരു പടം വന്നിട്ടുണ്ട്, തഗ് എന്നുള്ള പേര് രസമാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്തായാലും അതൊന്ന് കണ്ടേക്കാം എന്നേ പറയുള്ളൂ. അല്ലാതെ തഗ് എന്ന് പറയുന്ന ആ പേരുകൊണ്ട് ആ സിനിമ കാണാതിരിക്കില്ല. പേരുകൊണ്ട് കാണാതിരിക്കാതിരുന്ന കുറച്ച് സിനിമകളുണ്ട്. അതെ അതെ, എൻ്റെ ഓർമ്മയിലുണ്ട്. അത്തരം സിനിമകളുണ്ട്. മധു സാർ ഒരിക്കൽ പറഞ്ഞ പോലെ, എങ്ങനെ മനുഷ്യനോട് പറയും എവിടെ പോണു, ഞാൻ കൂതറ കാണാൻ പോകും എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ അത്തരം സിനിമകളുണ്ട്.
അങ്ങനെയുള്ള പേരുകൾ ഇടാതിരിക്കട്ടെ. തഗ് പക്ഷെ അത്തരത്തിൽ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യപ്പെടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മിക്കവാറും ഇത് ഈ കൂതറയുടെ സംവിധായകന്റെയോ പ്രൊഡ്യൂസറിന്റെയോ ഒരു വിളി പ്രതീക്ഷിക്കാൻ കേട്ടോ. കാരണം ഞാൻ 1-2 ഇന്റർവ്യൂസിൽ ഇതേ ഞാൻ അവരോട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ആണോ? ആരോട് ചോദിച്ചിട്ടാണോ ഈ പേരിട്ടതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അവർ വിളിച്ചാലും വിളി വന്നാലും ഞാൻ മറുപടി പറഞ്ഞു. ആണല്ലേ? ശരിക്കും എപ്പോഴെങ്കിലും ഈ ഓൺലൈൻ ചാനലുകാരോടൊരു വിദ്വേഷം തോന്നിയിട്ടുണ്ടോ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ? കാരണം വാർത്തകളെ ഏത് രീതിയിൽ വേണേലും വളച്ചൊടിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണത്. നമ്മൾ തന്നെ ചിലപ്പോൾ അതിന് ഒരുപക്ഷെ ഇരകളായിട്ടുണ്ടാകാം. അവർക്ക് തോന്നുന്നതൊക്കെ വാർത്തയാക്കുന്നു. അവർ രാവിലെ എഴുന്നേറ്റ് പല്ല് കേൾക്കുന്നത് തൊട്ട് അതൊക്കെ അതിനൊരു വരുമാനം മാർഗമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് അങ്ങനെ കണ്ടുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അതിന് നമ്മൾ വിദ്വേഷം വിചാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അത് മറ്റൊരാളുടെ പ്രൈവസിയിലൊക്കെ കിടക്കുമ്പോഴാണ് അവർക്കത് വിഷമമായിട്ട് തോന്നുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രൈവസിയിലൊക്കെ ഇത് കടന്നു വരികയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ അത് മാറുകയും ചെയ്തതിൻ്റെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ അവരോട് നമ്മൾ വിദ്വേഷം കാണിച്ചിട്ട് എന്താ കാര്യം? അതിപ്പോൾ താഴെ വന്ന് കമൻറ്റ് പറയുന്ന ഒരാൾ നമ്മളെ ചീത്ത പറയുമ്പോൾ പോലും നമ്മൾ ആലോചിക്കുന്നത് അതും അയാൾക്കൊരു എൻ്റർടൈൻമെൻറ്റ്, അയാൾ പറയട്ടെ, അല്ലാതെ ഇപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഓൺലൈൻകാരനെ വിളിച്ചിട്ട് 2 വഴക്ക് പറഞ്ഞാലോ എന്തൊക്കെയാ എന്നെ കുറിച്ച് എഴുതി വെക്കുന്നത് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വീണയുടെ മുമ്പിൽ വന്നിരിക്കില്ലല്ലോ. അയ്യോ, അങ്ങനെ പറയില്ല, ഞാനങ്ങനെ ദ്വേഷം തോന്നിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ വീണയും ഒരു ഓൺലൈൻ ചാനലല്ലേ, ഞാൻ എന്തുകൊണ്ട് വീണ വിളിക്കുമ്പോൾ വരുന്നു? അതെനിക്ക് വിദ്വേഷം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഈ ഷോട്ടാ മൊബൈൽ ആ വിഗ് സിദ്ദിഖയുടെ സ്വന്തം സജഷൻ ആയിരുന്നു എന്ന് പറയുന്നത് സത്യമാണോ? ഷോട്ടാ മൊബൈൽ മാത്രമല്ല, പലതിലും അങ്ങനെ ഒരു രൂപമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ അതിനൊരു ഇപ്പം അൻവർ റഷീദിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഞാനും രഞ്ജിത്ത് അമ്പാടി അല്ലേ ആണ് അതിൻ്റെ മേക്കപ്പ്. രഞ്ജിത്തും കൂടെ ഇങ്ങനെ ഒരു വിഗ് സെലക്ട് ചെയ്തിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് പോയി അത് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആക്കി ഞാനത് തലയിൽ വെച്ചിട്ട് അൻവർ റഷീദിനെ കാണാൻ വേണ്ടി ചെന്നു കഴിഞ്ഞപ്പോൾ അൻവർ റഷീദ് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് ചിരിക്കണം. എന്തോ നിൽക്കായത് ഒക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കിടന്ന് അങ്ങ് ചിരിച്ച് നന്നായിട്ട് ഇത് മതി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് കുറച്ച് എളുപ്പം. അല്ലാതെ ഇപ്പോൾ ഞാൻ ചെന്നിട്ട് അൻവറിൻ്റെ അടുത്ത്, അൻവറെ ഞാൻ പോയിട്ടേ ഇങ്ങനെ മുള്ളു പോലെ നിൽക്കുന്ന കുറച്ച് ചെമ്പിച്ച കളറൊക്കെ ഉള്ള ഒരു വിഗ് ഇങ്ങനെ അങ്ങനെ ചെയ്താലോ, അതൊന്നും വേണ്ട, നമുക്കിങ്ങനെ മതി എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവരതങ്ങ് തള്ളിക്കളയും. നമ്മളിത് ചെയ്ത് ഒന്ന് കാണിച്ചു കഴിയുമ്പോൾ അവർ ഓക്കെയാണ്, ഇത് നന്നായിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇണങ്ങാന്നുള്ളത് ഒരു ദൈവാധീനവും ഭാഗ്യമൊക്കെയാണ്. ഞാൻ ആക്ച്വലി ഇന്നാണ് വളരെ ഞെട്ടിക്കുന്ന, എല്ലാവർക്കും അറിയുന്ന, എന്നാൽ എനിക്ക് മാത്രം അറിയാതിരുന്ന ഒരു സത്യം മനസ്സിലാക്കിയത് നന്ദനം സിനിമയുടെ പ്രൊഡ്യൂസർ സിദ്ദിഖായിരുന്നു എന്നുള്ളത്. ഇത് ലോകം എല്ലാവർക്കും അറിയായിരിക്കും, എന്നെ എല്ലാവരും കളിയാക്കും. കാരണം ഇതെന്താ ഞാൻ ഇതുവരെ മനസ്സിലാക്കാതിരുന്നു, അതാണ് എൻ്റെ സംശയം. കാരണം ഞാൻ അന്ന് വിചാരിച്ചിരുന്നത് രഞ്ജിത്ത് തന്നെയാണ് എൻ്റെ സംവിധാനവും പ്രൊഡക്ഷനും എന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഇതെന്തായിരുന്നു സിദ്ദിഖ് ആ ഒരു കാലത്ത് 10-23 വർഷം മുൻപ് ഇങ്ങനൊരു സിനിമ, അതും കുറച്ചൊരു മാജിക്കലായിട്ടൊക്കെ കാണിക്കുന്ന സിനിമയാണല്ലോ, അങ്ങനെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് എന്തായിരുന്നു? അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും തീരുമാനിച്ചതല്ല. രഞ്ജിത്ത് അതിനു മുമ്പ് ചെയ്ത സിനിമ രാവണപ്രഭുവാണ്, ആദ്യത്തെ സിനിമ. അപ്പോൾ രാവണപ്രഭു കഴിഞ്ഞിട്ട് അടുത്ത സിനിമയും ആ പാറ്റേണിലുള്ള മോഹൻലാലിനെ കൊണ്ട് അങ്ങനെയുള്ള കഥാപാത്രം ചെയ്യിക്കുന്ന സിനിമ ചെയ്യണമെന്നായിരുന്നു ഒരുപാട് നിർമ്മാതാക്കളുടെ ആഗ്രഹവും ആവശ്യവും. പക്ഷെ രഞ്ജിത്തിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കഥയുണ്ട്. അപ്പോൾ രഞ്ജിത്ത് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു സബ്ജക്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞു. കഥ കേട്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു, നല്ല കഥയാണ് രഞ്ജിത്ത് പറഞ്ഞു. പക്ഷെ ഇതിനൊരു പ്രൊഡ്യൂസർ അങ്ങനെ ഒത്തു കിട്ടുന്നില്ല. ഇപ്പം ഞാൻ ഒരാളുടെ അടുത്ത് പറയാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വിന്ധ്യൻ എന്ന് പറഞ്ഞിട്ടൊരു നിർമ്മാതാണ്ട്. അപ്പോൾ വിന്ധ്യൻ്റെ അടുത്ത് ആ കഥ അന്ന് പറഞ്ഞു. വിന്ധ്യൻ രഞ്ജിത്തിനോട് പഠിച്ചതൊക്കെയാണ്, അവർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒന്നിച്ചിട്ടുണ്ടായിരുന്നൊക്കെ. അപ്പോൾ വിന്ധ്യൻ്റെ അടുത്ത് പോയി അന്ന് കഥ പറഞ്ഞു. വിന്ധ്യനും അത് റിജക്റ്റ് ചെയ്തു. അങ്ങനത്തെ കഥയൊന്നും വേണ്ടടാ എന്നിട്ട് വിട്ടു. അപ്പോൾ രഞ്ജിത്ത് അത് കേട്ടിട്ട് കുറച്ചൊരു പ്രയാസത്തിലാണ് അന്ന് രാത്രി എൻ്റെ വീട്ടിൽ വന്നത്. അപ്പോൾ അന്ന് രഞ്ജി വീട്ടിലാണ് താമസിച്ചതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് അതിന് വേറെ നിർമ്മാതാവിനൊന്നും അന്വേഷിക്കേണ്ട, നമുക്കങ്ങ് നിർമ്മിക്കാമെന്നേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇറങ്ങി തിരിച്ചു. അപ്പോൾ രഞ്ജിയും അതിന് ഹാപ്പിയായി. പിന്നെ അതിൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ വേഗം നടന്നു. അത് ഏറ്റെടുക്കാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കിട്ടി, അതിൻ്റെ റൈറ്റ്സ് വാങ്ങാനുള്ള ആളുകൾ വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ആ സിനിമ അങ്ങനെ ഇറക്കിയതാണ്. ഈ നന്ദനം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് അപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന പ്രൊഡ്യൂസറാണല്ലോ. പൃഥ്വിരാജിനെ രഞ്ജിത്ത് സിനിമയിലേക്ക് കൊണ്ടുവന്ന ആ സിനിമ നിർമ്മിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളെന്ന് മാത്രമേ ഉള്ളൂ. പൃഥ്വിരാജിനെ കണ്ടെത്തിയതൊക്കെ രഞ്ജിത്ത് തന്നെയാണ്. ആണ്. അപ്പൊ അങ്ങനെ ഒരു നടനെ കണ്ടപ്പോഴത്തേക്കും ഈ താരം സിനിമയിൽ നിലനിൽക്കും എന്നുള്ള ഒരു തോന്നൽ സിദ്ദിഖിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. പൃഥ്വിരാജിന്റെ രൂപവും പിന്നെ ആ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ ഒരു രീതിയും. അപ്പൊ അവിടെ വന്നു കിടന്ന് അഭിനയിക്കാനൊക്കെ കിടന്നും ഡയലോഗ് പറയാനും ഒക്കെ കിടന്ന് മുട്ടയിട്ട് മെഴുകിയെങ്കിലല്ലേ നമ്മൾ ഇയാളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതല്ല, വന്ന് വളരെ പുല്ല് പോലെ അഭിനയിക്കുന്നു. അത് കഴിഞ്ഞ്
ഡബ് ചെയ്യുന്നു. നല്ല അതിഗംഭീരമായിട്ട്. അപ്പോൾ രഞ്ജിത്ത് അന്ന് നവ്യ നായരുടെ ഡബ്ബിങ് മദ്രാസിൽ വെച്ചിട്ട് ചെയ്യായിരുന്നു. തിരുവനന്തപുരത്ത് പൃഥ്വിരാജിൻ്റെ ഡബ്ബിങ് അറ്റൻഡ് ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് രഞ്ജിത്ത് വിളിച്ച് ചോദിച്ചു, എങ്ങനെയുണ്ടോ ഡബ്ബിങ്? ഞാൻ പറഞ്ഞു, ഒന്നും പറയേണ്ടി പറഞ്ഞില്ല, എല്ലാം അവൻ തന്നെ ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ നമുക്ക് അങ്ങനെ കാണുമ്പോൾ എന്തായാലും പ്രതീക്ഷ തോന്നും. പിന്നെ നല്ല സുമുഖനായ ചെറുപ്പക്കാരനാണ്, സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അത്രയും സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് പൃഥ്വിരാജിനെ കാണുന്നത് നന്ദനത്തിൽ അഭിനയിക്കാൻ വരുമ്പോൾ മാത്രമാണ്. അതിനുമുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇന്ദ്രജിത്തിനെ അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പൃഥ്വിരാജിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും അപ്പോഴാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ആ ഒരു മേഖലയിലേക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. വേറെ നല്ല നല്ല നിർമ്മാതാക്കൾ ഓരോ പടങ്ങൾ എടുക്കാനും ഉണ്ട്. ആണ്. പക്ഷെ അപ്പൊ ഈ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ആരെങ്കിലും പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കട്ടെ. അതെന്താ സിദ്ദിഖ? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കൈകൊള്ളുന്ന ഏർപ്പാടാണോ? കൈകൊള്ളല്ല, ഇത് പൈസ ചെലവാകുന്നത്. കൂടാതെ ഒരു സിനിമ രാവിലെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് അന്ന് വൈകുന്നേരം ആ സീൻ തീർക്കണം എന്ന് ആഗ്രഹമുള്ളത് ഈ നിർമ്മാതാവിന് മാത്രമാണെന്ന് തോന്നുന്നു ചില സന്ദർഭങ്ങളിൽ. ബാക്കി ആർക്കും അത് തീരണമെന്നൊന്നുമില്ല. ഒരാളവിടെ നിന്നിട്ട് പറയും മഴ വരുമെന്ന് തോന്നലുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഈ നിർമ്മാതാവിൻ്റെ നെഞ്ചാണ് ഇടിക്കുക. അതല്ലെങ്കിൽ ഒരാൾ 9 മണിക്ക് എത്താമെന്ന് പറഞ്ഞാൽ 11 മണിയായിട്ടും ചിലപ്പോൾ എത്താതെയൊക്കെ വരുമ്പോൾ ഈ നിർമ്മാതാവാണ് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നത്. അപ്പോൾ ഞാൻ 2 സിനിമ നിർമ്മിക്കുമ്പോഴും മാനസികമായൊരു വല്ലാത്ത സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. ആണോ? അപ്പോൾ അത്രയും സ്ട്രെസ് അനുഭവിക്കാൻ ഇനി എനിക്ക് വയ്യ. നമ്മൾ ഈ സിദ്ദിഖയുടെ സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്നതെന്ന് പറയുന്നത് ഗോഡ് ഫാദർ മുതൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു പഴയ കാലഘട്ടത്തിലെ സിനിമകളാണല്ലോ, ലേലം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിലെ സിനിമകളൊന്നും ഇങ്ങനെ ഓർമ്മിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ ഓർക്കാത്ത. അല്ല, എന്നാലും നമ്മൾ ഏത് ഇന്റർവ്യൂ, ഇപ്പം എനിക്ക് ഉറപ്പാണ് സിദ്ദിഖ് ഏത് ഇന്റർവ്യൂവിൽ പോയിരുന്നാലും ആ സിനിമകളെ കുറിച്ചുള്ള കുറേ കഥകൾ എല്ലാവരും ചോദിക്കും. അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കുറേ കൂടെ മുമ്പുള്ള കാലത്ത്, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് നടന്നൊരു കഥ അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതായിരിക്കും. പക്ഷെ ആളുടെ എടുത്ത് പറയുന്നത് നേരിലെ കഥാപാത്രമാണ്. ഓ സത്യം. അപ്പോൾ പുതിയതൊക്കെ ആളുകൾ മറക്കുന്നൊന്നുമില്ല. അല്ലെങ്കിൽ ബാലൻ വക്കീലിലെ കഥാപാത്രത്തെ പറ്റി പറയാറുണ്ട്. പുതുതായിട്ട് വന്ന പല സിനിമകളിലും ചില സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ അഭിനയിച്ചിട്ട് മറന്നുപോയ ചില കഥാപാത്രങ്ങൾ പോലും ചില ആളുകളെടുത്ത് നോട്ടീസ് ചെയ്ത് പറയാറുണ്ട്. ഇപ്പോൾ വോയിസ് ഓഫ് സത്യനാഥനിലേക്ക് ദിലീപിൻ്റെ കൂടെ അഭിനയിച്ച ആ കഥാപാത്രത്തെ ഒക്കെ എടുത്ത് പറയാറുണ്ട്. പഴയത് ചോദിക്കുന്നത് ഈ പഴയ കാലഘട്ടത്തിലെ കാര്യങ്ങൾ അറിയാനുള്ള, എല്ലാ ഇൻ്റർവ്യൂവിൽ ചെന്നാലും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോഴും. മറ്റേ ഫിലോമിന ചേച്ചി വെട്ടുമ്പോൾ എങ്ങനെയാണ് ഹാൻഡ് റെയിലേക്ക് ഞാനും ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ചോദിക്കും. അതൊക്കെ അത് അത്രയും ആഴത്തിൽ മനസ്സിൽ പതിയും. അത്രയും തവണ ആ സിനിമ കാണുകയും, മുമ്പ് തിയേറ്ററിൽ പോയി ഒരു പ്രാവശ്യമല്ലേ കണ്ടു, ഇപ്പം അതല്ല ഫോണിൽ ആളുകൾക്ക് വീണ്ടും വീണ്ടും ഇട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പം അതങ്ങനെ റിവേഴ്സ് ഷോട്ടാണോ അല്ലെങ്കിൽ അങ്ങനെ ഇതുപോലെ ചാടി കയറി. ഞാൻ പറഞ്ഞു അതല്ല, അതിനേക്കാൾ വലിയ സ്ഥലത്ത് ചാടി കയറണമെന്ന് പറഞ്ഞാലും അന്ന് കയറും. കാരണം അത്ര ആവേശത്തിലാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ അങ്ങനെ ചെയ്താണെന്നൊക്കെ പറയും. ഇനി ഒരു ഹരിഹർ നഗറോ അല്ലെങ്കിൽ ഗോസ്റ്റ് ഹൗസിനോ ഒക്കെ ഉണ്ടാവോ ഇതൊക്കെ? ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിൽ അഭിനയിച്ച 4 പേരും 4 രീതിയിലായി കഴിഞ്ഞു. ഉണ്ടാക്കാം ഇപ്പോൾ അങ്ങനെ വെച്ചിട്ട്. പക്ഷേ ഈ 4 പേരെ കൊണ്ട് തന്നെ ഇനി ഹ്യൂമർ ജയിച്ചിട്ട് എങ്ങനെ ഒരു കഥ രൂപപ്പെട്ട് വരും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇനി അങ്ങനെ ഒരു വരുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ജഗദീഷ് ചേട്ടനെ കഴിഞ്ഞ സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറയായിരുന്നു, ആ സമയത്ത് ലാലിൻ്റെയൊക്കെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞങ്ങളോടൊക്കെ വന്നിരുന്നിട്ട് മറ്റേ സൈഡിലെ ഷെയർനൈസിന്റെ സൈഡിലുള്ള കോഫി ഷോപ്പിലിരുന്ന് കണ്ടു നോക്കട ആൾക്കാർ എന്താ നിങ്ങളെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു. ആ ഒരു ഗ്യാങ്ങിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ കണ്ടു നോക്കട എന്നല്ല പറഞ്ഞിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ലാലിനും എനിക്കൊക്കെ എല്ലാവർക്കും അത് ടെൻഷനായിരുന്നു. അപ്പം നമുക്ക് പോയിട്ട് ഷെനൈസിലെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ആളുകൾ ഇറങ്ങുമ്പോൾ എന്താണ് അവരുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു അതിൻ്റെ മുകളിലൊരു കോഫി ഷോപ്പിൻ്റെ മുകളിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഇരുന്നത് ആളുടെ റിയാക്ഷൻ എന്തായിരുന്നു ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ചെയ്തത്. അപ്പം നൂൺ ഷോ കഴിഞ്ഞിട്ട് ആൾ ഇറങ്ങി വരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നൂൺ ഷോ കാണാൻ ആളുണ്ടോ, അപ്പോൾ അതൊക്കെ ഒരു ആകാംക്ഷയോട് നോക്കിയിരുന്നു. അതല്ലാതെ ആരോടും കണ്ടു നോക്കണ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലല്ല അന്ന് പോയിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ടെൻഷനോട് കൂടി തന്നെയാണ് പോയത്. എന്നിട്ട് ആ ആളുകളൊക്കെ ഇറങ്ങി വരുന്ന ആളുകളുടെയൊക്കെ ഒരു റിയാക്ഷനും എക്സ്പ്രഷൻസും കണ്ടപ്പോഴത്തേക്കും എന്താ മനസ്സിലൂടെ ഭയങ്കര സന്തോഷമായിരുന്നല്ലേ. നൂൺ ഷോയ്ക്ക് ഭയങ്കര തിരക്കും ആളും ബഹളവും വന്ന് തിയേറ്റർ നിറയുന്ന കണ്ടപ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ കൂടി. കാരണം ഇത്രയും ആളുകൾ ഈ പടം കാണുന്ന, അപ്പം ഇത്രയും പ്രതീക്ഷ ഉണ്ടല്ലേ ആളുകൾക്ക്. കാരണം 18 കൊല്ലത്തിന് ശേഷമാണ് ഇത് വരുന്നത്. അപ്പോൾ ആളുകൾ ഇത്രയും പ്രതീക്ഷയോടുകൂടി 2008 വരുന്നത്. ആദ്യം 1990 ഇൻ ഹരിഹർ നഗർ. അപ്പോൾ 2008 ഇതൊരു 18 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഇവരൊക്കെ 18 വർഷം കൂടെ വളർന്നു. പക്ഷെ ഇപ്പോഴും ഈ പൂവാലന്മാരായിട്ട് ആളുകൾ ഇവരെ കാണൂ എന്നൊക്കെയുള്ള ആകാംക്ഷകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാറ്റിനി കഴിഞ്ഞ ഉടനെ, ഈ നൂൺ ഷോ കഴിഞ്ഞിട്ട് ഉടനെ ആളുകൾ ഇറങ്ങി വരുന്നു.
അപ്പോൾ അതിനകത്ത് തന്നെ അഭിനയിച്ച അപ്പഹാജ സിനിമ കാണാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാജയും ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിയാം. വന്നിട്ട് പറഞ്ഞു ഭയങ്കര റെസ്പോൺസാണ്, എല്ലാ തമാശയ്ക്കും ഭയങ്കര ചിരിയാണ്, ഭയങ്കര ആളുകൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് അറിയുന്നത് നോക്കിയിരുന്ന് കാണുകയാണ് ചെയ്തത്. ഇന്ന് കണ്ട പല ഇൻ്റർവ്യൂസിൻ്റെയും ടൈറ്റിലിൽ കണ്ടതാണ് ഞാനും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പലതവണ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു കാലത്തും അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പലതിൻ്റെ ടൈറ്റിൽ അത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു പ്രണയം വരാത്തത് ഒരു നഷ്ടബോധമായി തോന്നുന്നില്ലേ? ഇല്ല, അതെന്താ ശ്രദ്ധിക്കുക, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വികാരം. അതുകൊണ്ട് കുഴപ്പം. എന്നാലും അതില്ലാതെ വരാന്ന് പറയുന്ന ഒരു വിഷമല്ലേ? അതില്ലാതെ വരുമ്പോൾ വിഷമിച്ചിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തോന്നുന്നില്ല. ഇല്ല, അങ്ങനത്തെ ഒരിക്കൽ നമ്മുടെ ക്രിക്കറ്റർ ധോണി പറഞ്ഞിട്ടുണ്ട്, ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടുമായിട്ട് നമ്മളൊരു സമയം പങ്കിടുന്നതിനേക്കാൾ സന്തോഷം ഒരു സിക്സർ അടിക്കുമ്പോഴാണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റതൊരു ബാധ്യതയാണെന്നാണ് അയാൾ പറയുന്നത്. സമയത്തിന് ഫോൺ ചെയ്തില്ല, വിളിച്ചില്ല, കണ്ടില്ല. എപ്പോഴും അത്തരം റിലേഷൻഷിപ്സ് കൊണ്ട് ടെൻഷൻസാണ് അത് അനുഭവിച്ചുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും ആളുകൾ പിന്നെ അതിൽ എന്തിനാണ് വഴുതി വീഴുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കെന്തെങ്കിലും എന്തായാലും അത്തരം ടെൻഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് പോയ ഒരാളാണ്. ഈ നേരമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു സിദ്ദിഖയോട്. എപ്പോഴും കിട്ടിയ ഒരു അടി കൊടുത്തിരുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത്ര ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെയൊക്കെ അങ്ങ് പ്രവർത്തിച്ച് കളയുമല്ലോ. അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ അടിക്കുമോ? അങ്ങനെയല്ല, ആരെങ്കിലും അങ്ങനെ അതിഭീകരമായിട്ട് വന്ന ഒരു ഫാൻ വന്ന് കാല് വീഴുക, അല്ലെങ്കിൽ കരയുക, അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ കണ്ടിട്ട് ദേഷ്യം വന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നന്നായിരുന്നു, സിനിമയിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഓർമ്മയുള്ളൊരു കാര്യം, റോജ എന്ന് പറഞ്ഞ സിനിമയില്ലേ, അരവിന്ദ് സ്വാമി, മധുബാല, മണിരത്നത്തിൻ്റെ സിനിമ. റോജ കാണാൻ വേണ്ടിയിട്ട് ഞാനും വിജി തമ്പിയും SB വെങ്കടേഷും വേറെ ആരോ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് സരിത സവിത സംഗീതത്തിൽ ഞങ്ങൾ. അപ്പോൾ റോജ റിലീസാണ് അന്ന്. അപ്പോൾ അന്ന് രാത്രി സെക്കൻഡ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പോയിരുന്ന് സിനിമ കണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ വേറെ ഏതൊരു സിനിമ റിലീസായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട് അവിടെ. റോജ കണ്ടിട്ട് ഞാൻ ഞങ്ങളുടെ ഇറങ്ങുമ്പോൾ കുറേ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഹായ് എന്നൊക്കെ പറഞ്ഞ്, അപ്പം അന്ന് സിദ്ദിഖെന്നൊക്കെയാണ് വിളിക്കുക, ഇക്കാന്നൊന്നും വിളിക്കാറായിട്ടില്ല. അപ്പം ഞങ്ങൾ തിരുത്തൽവാദി എന്ന് പറഞ്ഞ സിനിമയുടെ ഡിസ്കഷനൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ ഹായ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച്. അപ്പോൾ ഒരാൾ വന്നിട്ട് റോജ കണ്ടാ? ഞാൻ കണ്ടു. ഇഷ്ടമായോ? കണ്ടു പഠിക്ക്. ഇങ്ങനെയൊക്കെയാണ് സിനിമ ചെയ്യേണ്ടത് മനസ്സിലായി. അല്ലാണ്ട് ഇവിടെ വന്ന് നിങ്ങളുടെ ഈ തട്ടിക്കൂട്ടി സിനിമകളൊക്കെ നിർത്തിയിട്ടേ ഇതുപോലത്തെ നല്ല സിനിമയൊക്കെ ചെയ്യാൻ നോക്കുക കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അങ്ങനെ തഗ് മൂവി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ സിദ്ദിഖയ്ക്ക് പേടിയുണ്ടോ? കാരണം ആളുകൾ പൊതുവെ തിയേറ്ററിലേക്ക് പോകാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ തുടരും അടക്കമുള്ള സിനിമകളൊക്കെ വന്ന് വീണ്ടും ആളുകൾ വളരെ കാര്യമായി തിയേറ്ററിലേക്ക് എത്തി തുടങ്ങിയ ഒരു സമയമാണ്. എന്നാലും ഇങ്ങനെ പല പല സിനിമകൾ ഒരേ സമയം വരുന്നു. നമ്മുടെ ഈ കൊച്ചു സിനിമയിലേക്ക് ആൾക്കാരിലേക്ക് എത്താൻ കാലതാമസം ഉണ്ടാവുമോ, അല്ലെങ്കിൽ കൃത്യമായ പബ്ലിസിറ്റി എത്തിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ആലോചനകൾ മനസ്സിലുണ്ടോ? അതിനേക്കാളും നേരത്തെ വീണ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്, പല സിനിമകളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അതിൽ നമ്മൾ അഭിനയിച്ച സിനിമകളുണ്ടാവും, അഭിനയിക്കാത്ത സിനിമകളുണ്ട്. ഇവൻ ഞാൻ അഭിനയിക്കാത്ത സിനിമകളാണെങ്കിൽ പോലും അതിൻ്റെ സംവിധായകർ എനിക്ക് പരിചയമുള്ള ആളുകളായിരിക്കും, അതിൽ അഭിനയിക്കുന്നവരെൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും. അപ്പോൾ അവരുടെ പടമൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ എനിക്ക് മൊത്തത്തിൽ വിഷമം തോന്നാറുണ്ട്. എൻ്റെ ആഗ്രഹം എല്ലാ സിനിമകളും വളരെയധികം, കാരണം ഞാൻ അഭിനയിക്കുന്നൊരു സിനിമയിൽ എനിക്ക് അതിനോട് താല്പര്യമുള്ള പോലെ തന്നെയാണ് മറ്റ് സിനിമകളിലും എല്ലാവർക്കും താല്പര്യമുള്ളത്. അപ്പോൾ അവരുടെ എല്ലാ സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അത് ഈ ഒരുപാട് സിനിമകൾ കൂടെ ഇങ്ങനെ വരുമ്പോഴാണ്. റേഷൻ സിനിമ കാണുന്നതിന് ഇപ്പോൾ എല്ലാ ദിവസവും എല്ലാ നേരവും പോയിട്ടൊന്നും സിനിമ കാണാൻ പറ്റില്ല. സിനിമ കാണുന്നതിന് എൻ്റർടൈൻമെൻറ്റിനും ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിനിമകളുടെ എണ്ണം കുറച്ച് കുറയുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയോ സന്തോഷം തോന്നാറുണ്ട്. ഇത് എന്തും കൂടുതലാകുമ്പോൾ നമുക്ക് അതൊരു വിഷമമായിട്ട് തോന്നുന്നുണ്ട്. ദി ബുക്ക് ഓഫ് എലൈ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, ഡെൻസിൽ വാഷിങ്ടൻ്റെ. ആ സിനിമ 2050 മറ്റോ നടക്കുന്നതായിട്ടാണ്, ഒരുപാട് മുമ്പ് വന്നതാണ്. അപ്പോൾ ലോകാവസാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ ലോകം തകർന്നിരിക്കുന്നു. അപ്പം സിനിമയിൽ മുഴുവൻ ഈ പൊളിഞ്ഞു കിടക്കുന്ന ഫ്ലൈ ഓവറും ഇടിഞ്ഞ ബിൽഡിങ്ങുകളും അതിനകത്ത് പുല്ലും. പക്ഷെ കുറച്ച് മനുഷ്യരുണ്ട്, അവർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും അല്ലെങ്കിൽ കിട്ടാൻ താല്പര്യപ്പെടുന്നതും വെള്ളമാണ്, ശുദ്ധജലം, കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും കാര്യം. അപ്പോൾ അതിലൊരു കുട്ടിയെ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷിച്ചിട്ട് ഡെൻസിൽ വാഷിങ്ടൺ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ കുട്ടി ഈ ലോകാവസാനത്തിന് ശേഷം ജനിച്ച കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഇയാളോട് ചോദിക്കുന്നുണ്ട്, മുമ്പ് എങ്ങനെയായിരുന്നു ലോകം, ഇതിൻ്റെയൊക്കെ ഒരു നല്ല സമയത്ത് എന്തായിരുന്നു? ഇപ്പോൾ ഡെൻസിൽ വാഷിങ്ടൺ പറയുന്നത് അന്ന് ഒരു കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ കാര്യങ്ങളും ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു.
അതായിരുന്നു അന്ന് ലോകം അനുഭവിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ആവശ്യത്തിലധികം ഒന്നും ഉണ്ടാവരുത്, സിനിമകളും ലിമിറ്റഡ് ആയിരിക്കണം. എന്തായിരിക്കും സിദ്ദിഖിക്ക് ഈ സിനിമയിലേക്ക് പ്രേരിപ്പിച്ചത്? കാര്യം ഒരേ ഒരു ദിവസമേ ഷൂട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമാകണമെന്നില്ല. എന്നിട്ടൊക്കെ എന്തായിരിക്കും ഈ സിനിമയിലേക്ക് അത് സിദ്ദിഖിക്ക്? കണ്ടു നോക്കൂ, കേന്ദ്ര കഥാപാത്രമാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. പ്രത്യേകതകളുള്ള സിനിമ തന്നെയാണ്. ഒന്നൊരു പുതിയ ചെറുപ്പക്കാരനാണ് ബാലു. അയാളുടെ കഥയും തിരക്കഥയും സംഭാഷണവും കൂടാതെ അയാൾ ആ സിനിമയിൽ ഒരു മേജർ റോൾ അഭിനയിച്ചിട്ടുണ്ട്. വളരെ ചെറിയ പയ്യനാണ്. അപ്പോൾ അത്രയൊക്കെ ഒരാൾ പുതിയ ആൾ വന്ന് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്കത് വലിയ കൗതുകമുള്ള കാര്യമാണ്. കാരണം എന്നെക്കൊണ്ട് അഭിനയിക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഒരു കഥയുണ്ടാക്കി, അതിൻ്റെ തിരക്കഥയുണ്ടാക്കി, അതിൻ്റെ സംഭാഷണം എഴുതിയ ഒരു സിനിമ ആയിട്ട് രൂപപ്പെടുത്തി അയാൾ അതിനകത്ത് റോൾ അഭിനയിക്കാൻ കൂടി ചെയ്ത് എൻ്റെ ക്യാരക്ടറിനെ നറേറ്റ് ചെയ്ത് തരുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം അയാളൊരു കഴിവുള്ള ചെറുപ്പക്കാരൻ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമയിലൂടെ അയാൾ വലിയൊരു സിനിമാക്കാരനായി വളരുകയില്ല എന്നൊക്കെ ഉള്ളത് അയാളുടെ ഭാവിയാണ്. എനിക്കത് പ്രവചിക്കാനാവില്ല. പക്ഷെ എങ്കിൽ പോലും അയാളുടെ മേഖല ഏതായാലും സിനിമ തന്നെയാണ്. അയാൾ സിനിമയ്ക്ക് വേണ്ടി ജനിച്ച ആൾ തന്നെയാണ്. അയാൾ ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കാനും ഒക്കെ കഴിവുള്ളൊരു ചെറുപ്പക്കാരൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്ക സമയത്ത് ഞാൻ എന്തുകൊണ്ട് ആ സിനിമ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. അതല്ല ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ സിനിമ തുടങ്ങുന്ന, പുതുതായി കഥ എഴുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് വരുന്ന ഒരു സംവിധായകന് പോലും എന്നെ കാസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. ഞാനൊരു ഔട്ട്ഡേറ്റഡ് ആയ ആളായി പോയി എന്ന് അയാൾ ചിന്തിക്കുന്നില്ലല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ചേട്ടാ, എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതാണോ? അല്ല, അങ്ങനെ അയാളൊക്കെ ഫീൽഡ് ഔട്ടായി പോയ ആളാണെന്ന് തോന്നുന്നില്ലല്ലോ. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കഥാപാത്രം ഇയാളെ ഏൽപ്പിക്കാമെന്ന് അയാൾക്ക് തോന്നുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്ന കാര്യം.